വെൽക്കം ടു റിസർച്ച് കിച്ചൺ. നമുക്കിന്ന് ലോഡർ ഫ്രൈസ് ഉണ്ടാക്കിയാലോ. ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് തൈരും ഒഴിച്ച് കുറച്ച് സോയാ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഇളക്കി കുറുക്കിയെടുക്കണം. ശേഷം ഇതിലേക്ക് റൈസ് ചീസ് ഇട്ട് കൊടുക്കാം. മെൽറ്റ് ആയി വരുമ്പോൾ ടൈം ഓഫ് ചെയ്യാം. ശേഷം ഇതിലേക്ക് പച്ചരിപ്പൊടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. മാറ്റി വെക്കാം. ഇവിടെ വൈറ്റ് സോസ് റെഡിയായി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. നമ്മുടെ പാക്കേജ് ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തത്. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഗോൾഡൻ ആവുന്ന വരെ തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു കളറായി മതി കേട്ടോ. ചിക്കനിലേക്ക് ഇത് കോൺഫ്ലവർ ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഫ്രഞ്ച് ഫ്രൈസിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ചിക്കൻ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മതിയായി വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ മുളകിൽ അയച്ച് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കൂടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ടൊമാറ്റോ സോസും ചേർത്ത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ലോഡർ ഫ്രൈസ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. ഇത് സെറ്റാക്കിയതിന് ശേഷം ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് കൂടെ നമ്മുടെ ലോഡർ ഫ്രൈസ് റെഡിയായി. ലോഡർ ഫ്രൈസ് ആണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. Bye.